തമിഴ് പാട്ടിന്റെ രാജ. ഇനി രാജാവിന് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ പോകുന്നത്. കാരണം തമിഴ് റൗണ്ടാണ്. തമിഴ് റൗണ്ടിൽ പാടാൻ എത്താൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ദുർഗക്കുട്ടിയാണ്. വിളിക്കാം. വെൽക്കം ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ, തമിഴ് പൊണ്ണാ വന്നിരിക്കാ ഇന്നേക്ക്. ദുർഗക്കുട്ടി നല്ല രസമുണ്ടല്ലോ കാണാൻ. துர்கோட இந்த தமிழ் இசை பயணம் அது வந்து இப்பதான் ஸ்டார்ட் ஆகுது. ദുർഗക്കുട്ടിക്ക് തമിഴ് പേസ തെരിയുമാ? സംസാരിക്കാൻ അറിയോ? கொஞ்சம் கொஞ்சம் தெரியும். ആമാ ആമാന്ന് പറഞ്ഞു. അയ്യോ, അന്നേരം എല്ലാം ഇല്ല എന്ന് പറഞ്ഞാ മതി, അപ്പോഴാണ് കറക്റ്റ് ആവാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൊയൽ മൊയൽ എന്ന് പറഞ്ഞു. ഇതിനാണ് തന്ത വൈബ് എന്നാണ്. ശരിക്കും മറ്റേ ഇത് കേട്ടിട്ടില്ലേ, ആമയും മൊയലിന്റെയും കഥ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്ത ആരും ശരിക്കും മൊയൽ തന്നെയാണ് അത്ര ജയിച്ചത്. അല്ല, ശരിക്കും മൊയലാ ജയിച്ചത്. അതെന്താ വെച്ചാൽ അന്നത്തെ റെഫറി തമിഴിനായിരുന്നു അത്രേ. അപ്പൊ ആരാ ജയിച്ചത് ചോദിച്ചപ്പോ മൊയലല്ലേ ജയിച്ചത് ചോദിച്ചപ്പോ ആമാന്ന് പറഞ്ഞു അത്രേ ഇയാള് റെഫറി. അപ്പൊ എല്ലാവരും വിചാരിച്ചു ആമയെ ജയിച്ച്. കോമഡി അത് വേറെ ഒരു കോമഡി. അതായത് മൊയലല്ലേ ജയിച്ചേ, ആമാന്ന് പറഞ്ഞു ആള്. മീനൂട്ട വായ അടക്കി. അല്ല, മൊയല് ചോദിക്കാണ് റെഫറിയോട്, ഞാനല്ലേ ജയിച്ച് ചോദിച്ചു. അപ്പൊ റെഫറി പറഞ്ഞത്, റെഫറി തമിഴിനായിരുന്നു, ആമയാണ് ജയിച്ചത്. ശരിക്കും ആമയാ ജയിച്ചത്. അങ്ങനെയല്ല, ആമാന്ന് പറഞ്ഞാൽ തമിഴില് യെസ് എന്നല്ലേ അർത്ഥം. അതെ. ഓ, അപ്പൊ മൊയല് ശരിക്കും യെസ് എന്ന് വെച്ചാ മൊയലാണ് അപ്പൊ തമിഴൻ. റെഫറിയല്ല തമിഴൻ. റെഫറിയാണ് തമിഴൻ. ഇത് മറ്റേ 5 കിലോ ഒന്നും മനസ്സിലായില്ല. ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ ഇത് റിഹേഴ്സലിന് വന്നേ സംശയം തീർക്കാം. ഇതിന് 5 വർഷത്തിന് ശേഷം വീണ്ടും കാണാൻ എനിക്ക് വയ്യ. പോയി. ഞാൻ വരാം, എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇത്രയും ബുദ്ധിയുള്ള നമ്മുടെ മീനൂട്ടന് നോക്കട്ടെ ഇതൊന്ന് കഴിയട്ടെ. ദുർഗക്കുട്ടിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല, ഇവരെന്തോ പറയുന്നത്. പിന്നെ ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ അനിമാമനും ബിന്ദോംച്ചിയും ശിവയും അമ്പാടിച്ചേട്ടനും അമ്മൂമ്മയും വന്നിട്ടുണ്ട്. ഓ, ഒരുപാട് പേരുണ്ടല്ലോ. ഹായ്. അമ്പാടിച്ചേട്ടൻ, ശിവ, അനിമാമൻ. മാമോ. ഏത് പാട്ടാ പാടാൻ പോന്നെ? സെന്തൂരപ്പൂവേ സെന്തൂരപ്പൂവേ. ക്ലാസിക് ഇളയരാജ സാർ. ആഹാ, ഇത് എഴുതിയിരിക്കുന്നത് ഗംഗൈ അമരൻ സാറാണ്. ഇളയരാജ സാറിന്റെ സഹോദരനാണ്. ഗംഗൈ അമരൻ സാർ ഒരു ഉഗ്രൻ എഴുത്തുകാരനാണ്, ഉഗ്രൻ സംഗീതജ്ഞനാണ്, അസലായിട്ട് പാടും. ചേട്ടൻ പാടിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പാട്ട്? മ്യൂസിക്കിൽ പാടിയിട്ടില്ല, ലിറിക്സ് പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടു. അതെങ്ങനെയാന്ന് വെച്ചാൽ നാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയ സമയത്ത് ഈ കാത്തിരുന്നു എന്ന് പറഞ്ഞ അപ്പൊ ആ ഒരു സമയത്ത് ആ നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ മ്യൂസിക് റെപ്രസെന്റ് ചെയ്ത അദ്ദേഹമായിരുന്നു. അപ്പൊ നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഡിന്നറുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയും ഞാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് നമസ്കരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഈ അവാർഡ് തരാൻ കാരണം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, അറിയുന്നില്ല. ഒരു സിനിമയുടെ മൊത്തം കഥ ഒരു 4 മിനിറ്റ് പാട്ടിൽ നിങ്ങൾ പോർട്രേ ചെയ്തില്ലേ, അതിനാണ് നിങ്ങൾക്ക് അവാർഡ് തന്നത്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഞാനിവിടെ എന്നെ പറ്റി പറയല്ല, ഗംഗൈ അമരൻ സാറിനെ പറ്റി പറയാം. അദ്ദേഹം ലിറിക്സ് മാത്രമല്ല ട്യൂണും അസാധ്യമായിട്ട് ചെയ്യും. ദാസേട്ടന്റെ തരങ്ങണി കാസറ്റിന്റെ ഒരു അയ്യപ്പൻ സോങ്സ് ഇല്ലേ, അതിലെല്ലാം പാട്ടുകളും നക്ഷത്രം, അതുപോലെ കഥയാണ്, നല്ല ലിറിക്സുമാണ്. ഇത്രയും പാട്ടുകൾ, എന്തോരം പാട്ടുകളാണ് എഴുതിയ പാട്ടുകളും ഒക്കെ ഗ്രേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഗംഗൈ അമരൻ സാറിന്റെ ലിറിക്കാണ് ഈ പാട്ട്. ഇതിന് പാടിയിരിക്കുന്നവരാ? ജാനകി അമ്മ. അൾട്ടിമേറ്റ്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ജാനകി അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ജാനകി അമ്മയെ നമസ്കരിക്കാം അല്ലേ, ഗ്രേറ്റ് ലെജൻഡ്. അപ്പോ സിനിമ 16 വയതിനില്ലേ അല്ലേ, ബ്യൂട്ടിഫുൾ ഫിലിം കൂടിയാണ്. അപ്പൊ പാടിക്കോ. All the best. Thank you.
என் மன்னன் இங்கே நீ கொஞ்சம் சொல்லாயோ செந்தூரப் பூவே செந்தூரப் பூவே ஜில்லென்ற காற்றே என் மன்னன் எங்கே என் மன்னன் எங்கே நீ கொஞ்சம் சொல்லாயோ செந்தூரப் பூவே தென்றலை தூதுவிட்டு ஒரு சேதிக்கு காத்திருப்பேன் கண்களை மூடவிட்டு இந்த கனவினில் நான் மிதப்பேன் கன்னிப் பருவத்தின் வண்ணக் கனவிதுவே என்னை இழுக்குது அந்த நினைவதுவே வண்ணப்பூவே தென்றல் காற்றே என்னை தேடி சுகம் வருமோ செந்தூரப் பூவே செந்தூரப் பூவே செந்தூரப் பூவே ஜில்லென்ற காற்றே என் மன்னன் எங்கே என் மன்னன் எங்கே நீ கொஞ்சம் சொல்லாயோ செந்தூரப் பூவே நீலக்கருங்குயிலே தென்னஞ்சோலைக் குருவிகளே கோலமிடும் மயிலே நல்ல கானப் பறவைகளே மாலை வரும் வந்த நாளில் உரைத்திடுங்கள் சாலை வழி எங்கும் பூவை இறைத்திடுங்கள் வண்ணப்பூவே தென்றல் காற்றே என்னை தேடி சுகம் வருமோ செந்தூரப் பூவே செந்தூரப் பூவே செந்தூரப் பூவே ஜில்லென்ற காற்றே என் மன்னன் எங்கே என் மன்னன் எங்கே நீ கொஞ்சம் சொல்லாயோ செந்தூரப் பூவே செந்தூரப் பூவே ദുർഗു, എന്തോ എനിക്ക് സത്യത്തിൽ പറയാൻ വാക്കുകൾ വരുന്നില്ല. ഒന്നാമത് ഈ പാട്ടുമായിട്ടുള്ള എത്രയോ വർഷത്തെ ഒരു ബന്ധമാണ്. ഞാൻ വളർന്നു വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാട്ടാണ്. അതുപോലെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ബ്രദറുണ്ട്, ഉണ്ണിച്ചേട്ടൻ അറിയിക്കും, ഇളങ്കോ. ഇളങ്കോ ചേട്ടനാണ്. ഇളങ്കോ ചേട്ടൻ എന്നോട് ഗിറ്റാർ, എനിക്ക് ഗുരുതുല്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എപ്പോഴും ഇളയരാജ സാർ. അപ്പോൾ എപ്പോഴും ഗിറ്റാർ എടുത്ത് വെച്ചിട്ട് ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ പാടും. അപ്പോൾ അതിലൊരു മെയിൻ പാട്ടാണ് ഈ സിന്ദൂരപ്പൂവേ. പല ദിവസവും നമ്മൾ പല പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇളങ്കോ ചേട്ടൻ ഈ ഗിറ്റാർ എടുക്കും. എന്നിട്ട് ഇതുപോലുള്ള പൂവേ സെൻ പൂവേ, ഈ സിന്ദൂരപ്പൂവേ, അങ്ങനെയുള്ള പോവോമ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ അവിടെ പാടാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് ഒരു വലിയൊരു ബോണ്ടാണ്. ഒരു മനുഷ്യന് ഒരു പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരു ബോണ്ടാണ്. അങ്ങനെയുള്ളൊരു പാട്ട് ഐ ആം സ്പെൽ ബൗണ്ട്. ഇങ്ങനെ ഒരാൾ പാടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. செந்தூரப்பூவே
കറക്റ്റ് ഓൺ ദ ഡോട്ട് ആയിട്ട് എവിടെയാണോ എത്തേണ്ടത്, ആ ഉണ്ണിച്ചേട്ടനും പറഞ്ഞ റൈറ്റ് ഓൺ ടാർഗറ്റ് എന്നാണ്. എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തി എന്നുള്ളതാണ്. അത് ഇതിനു മുമ്പേ തമിഴ് പാട്ടുകൾ പാടിയിട്ടുണ്ടോ? റീൽസ് ഒക്കെ എടുക്കാനായിട്ട് പാടിയിട്ടുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ. തമിഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ണിച്ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു ഒരു സാർ. വരുമോ എന്ന് പറഞ്ഞ മതി. ആ രു ഇല്ലാത്തോണ്ട് വരുമോ, ആ ഒരു രൂവും റായുടെ ഇടയ്ക്കല്ല, അങ്ങനെയല്ലേ വരാ ചേട്ടാ? വരുമോ? രൂ വരാം, പക്ഷെ അത് ചില സ്ഥലത്ത് വരാം, ചില സ്ഥലത്ത് വരാൻ പാടില്ല. വരാൻ പാടില്ല. അപ്പൊ എനിക്കിന്ന് അത് തോന്നി, ഒരു വരുമോ, വരുമാന്നാണ്. ആ വരുമ. കാറ്റിനെ ഒരു ദൂതനായിട്ടാക്കിയാണ്. എന്റെ ആളെവിടെ, എൻ മന്നൻ എങ്കേ, അത് സെന്തൂരപ്പൂവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സെന്തൂരപ്പൂവേന്ന് ആദ്യം എടുത്തത് തന്നെ അതിസുന്ദരമായിരുന്നു. താങ്ക് യു സാർ. അതിങ്ങനെ ശ്രുതിയുമായിട്ട് ഇങ്ങനെ ലയിക്കുമ്പോഴാണ് ആ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതിനൊരു വാവ് എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഒരു ബിഗ് വാവ്. ശരിക്കും ഫാക്ടർ ഉണ്ട്. Very much. ഫാക്ടർ ഉണ്ട്. താങ്ക് യു. പിന്നെ ഓരോ ഭാഗവും ആ ചരണത്തിന്റെ ഇടയ്ക്കുള്ള പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് മോഡുലേറ്റ് ചെയ്തില്ലേ, ജാനകിയമ്മ ചെയ്ത പോലെ. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. ആ അവിടെയും കൈവിട്ടു പോയില്ല ശ്രുതിയൊന്നും. രണ്ടാമത്തെ ചരണത്തിൽ വന്നപ്പോഴത്തേക്കും അവിടെയും ഹസ്കി ആക്കി, പക്ഷെ ഫസ്റ്റ് ചരണം പോലെ ആക്കിയില്ല. അതും നന്നായി. ആ അതൊക്കെയാണ് തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല ചിന്ത പോകുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് അഭിമാനമുള്ളൊരു കാര്യമാണ്. അത് ഇവിടെ കൊള്ളുന്നതാണ് താങ്ക് യു സാർ. കേട്ടോ. അപ്പൊ ഇത്രയും ഇളയരാജ സാറിന്റെ ഒരു ക്ലാസിക് അത് നമുക്കിവിടെ അവതരിപ്പിച്ചതിന് താങ്ക് യു. ഇപ്പൊ തന്നെ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു റീപ്ലേ സ്വിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ റിപ്പീറ്റ് മോഡിൽ ഇങ്ങനെ കേൾക്കാൻ തോന്നി. ആ രീതിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അത് സാധാരണയായിട്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല. താങ്ക് യു സാർ. ഞാൻ പറയണം, വളരെ വളരെ സ്നേഹത്തിൽ പറയണം. അങ്ങനെ പാടി എന്നെ അങ്ങനെ കൊണ്ടുപോകാൻ, ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, എനിക്ക് അങ്ങനെ പോകാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇന്ന് അങ്ങനെയാണ് ഒരു ഫീലിംഗ്. അപ്പോൾ ആ റിപ്പീറ്റ് മോഡിലേക്ക് എന്നെ കൊണ്ടുപോയതിന് താങ്ക് യു സോ മച്ച് മകളെ. യു ആർ ടു ഗുഡ്. താങ്ക് യു സാർ. ദുർഗക്കുട്ടി, എന്തോ? മോൾക്ക് എത്ര വയസ്സായിപ്പോ? ഇപ്പൊ 13. 13 വയസ്സ്. പക്ഷെ ഒരു 30 വയസ്സിന്റെ മെച്ചൂരിറ്റിയിലാണ് ഈ പാട്ട് പാടിയത്. താങ്ക് യു സാർ. പക്ഷെ ഈ പാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ എല്ലാ നുവാൻസസും വളരെ പെർഫെക്റ്റ് ആയി. ഓരോ പ്രാവശ്യവും സിന്ദൂരപ്പൂവെ സസ്റ്റെയിൻ ചെയ്യുന്ന നോട്ടില്ലേ, അത് എന്തൊരു റൈറ്റ് ഓൺ, ഒരു ബുൾസൈ എന്ന് പറയില്ലേ, അതാണ് സാധനം. താങ്ക് യു സാർ. ഓൺ ദ ഡോട്ട്. ബ്യൂട്ടിഫുള്ളായി പാടി. ഈ സിനിമ എന്ന് പറയുന്നത് 16 വയതിൻ്റെയാണ്. അത് തമിഴ് സിനിമയുടെ ഒരു ഗതി മാറ്റിയ ഒരു സിനിമയായിരുന്നു അത്, 16 വയതിൻ്റെ. അങ്ങനെ ഈ സിനിമ ഈ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊക്കെ ഒരു 6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയിലത്തെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. പക്ഷെ ഈ പാട്ട് ഇങ്ങനെ ഹോണ്ടിങ് ആയിട്ട് നമ്മളെ ഉപദ്രവിക്കും വാസ്തവത്തിൽ. 13 വയസ്സിൽ യു ആർ ക്രിയേറ്റിംഗ് മാജിക്. താങ്ക് യു. ദിസ് ഇസ് അൺബിലീവബിൾ. ബ്യൂട്ടിഫുൾ മോളെ. താങ്ക് യു സാർ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ പാടിയത്. താങ്ക് യു ചേച്ചി. എനിക്കൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. എനിക്ക് ആ വോയിസ്, ആ ശബ്ദം ഇങ്ങനെ വരിക എൻ്റെ നേരെ. അതും എത്രയോ പ്രാവശ്യം, സെന്തൂരപ്പൂവെ എത്ര പ്രാവശ്യം പാടിയോ അപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കൊണ്ടു ആ ശബ്ദം. അതും ശ്രുതി ചേർന്ന് ശുദ്ധമായിട്ട് അതിങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, ഒരു പ്രത്യേക സുഖം. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. താങ്ക് യു ചേച്ചി. മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആ ശബ്ദം എന്താ പറയാ, നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് ആ ശബ്ദം കാത്ത് സൂക്ഷിച്ചു വെക്കണം ദുർഗക്കുട്ടി. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ദുർഗക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു ചേച്ചി. അത് മാത്രമല്ല ആര്യ, ദുർഗക്കുട്ടി എപ്പോഴും നോക്കിയിട്ട് ചിരിച്ചിട്ട് പാട്ടു. ഏത് പാട്ടും ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അതൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. അതെ, പ്ലസന്റ് ആയിരിക്കും എപ്പോഴും. പാടുന്ന സമയത്ത് ആ ചിരി ശരിക്കും വോയിസിനെ ഹെൽപ്പ് ചെയ്യും. ബോഡിയിൽ ഒരു സ്ട്രെസ്സും കാണില്ല ദുർഗക്കുട്ടി പാടുമ്പോൾ. ഓൾറെഡി സന്തോഷിച്ച പാട്, വെറുതെ ഹാപ്പിയാ. ശരിക്കും ആക്ച്വലി ഹാപ്പി ആയിട്ട് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. ബാക്കി ഇങ്ങനെ തിരിയോ ഞെരുങ്ങോ ഒന്നുമില്ല. അനങ്ങാണ്ട് നിന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ പാടും. അതൊരു അടിപൊളിയാണ് കേട്ടോ ദുർഗക്കുട്ടി. അത് ബിഗ് പ്ലസ് ഫോർ യു കേട്ടോ. അമേസിംഗ് സിംഗിങ്, ബ്യൂട്ടിഫുൾ വോയിസ്, ഒന്നും പറയാനില്ല. താങ്ക് യു ചേച്ചി. ഇളയരാജ സാർ, രാജാ സാർ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മേസ്ട്രോ ആണ് എൻ്റെ ഗുരുനാഥൻ MB ശ്രീനിവാസൻ സാർ. അപ്പോൾ MB ശ്രീനിവാസൻ സാർ എപ്പോഴും പറയും, യു ഹാവ് ടു സിങ് ഫ്രം വിത്തിൻ ദ കോഡ്. അവിടെ കോഡ് വായിക്കുന്നത് അതിൻ്റെ വെളിയിലല്ല, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പാടണം. അതെനിക്ക് ഇന്ന് തോന്നി. അത് ഗംഭീരമായിട്ട് തോന്നി. അതുകൊണ്ട് ഒരു കൊതിയുണ്ട്, ആ ഗിറ്റാർ മാത്രം വെച്ചിട്ട് മോളൊന്ന് ആ പല്ലവി ഒന്ന് പാടിക്കും. ഗുഡ് ഐഡിയ.
சில்லென்ற காற்றே ആ. என் மன்னன் எங்கே என் மன்னன் எங்கே கொஞ்சம் சொல்லாதோ செந்தூரப் பூவே ആഹാ. ആഹാ. തേനാണോ എഴുതുന്നത്? തേൻ. നൈസ് നൈസ്. ദുർഗക്കുട്ടിക്ക് എത്രയും മാർക്ക് അറിയോ? இல்ல 100+3 stars. പോരട്ടകരെ ഒരു മധുര മഴ. Congrats കേട്ടോ. ദുർഗക്കുട്ടിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി വെൽക്കം. தென்றலை தூதுவிட்டு ஒரு ദുർഗു, എന്തോ ഇത് എത്രാമത്തെ 100ആ? ഇത് നാലാമത്തെ 100 ആണ് നമ്മുടെ ദുർഗക്കുട്ടിയുടെ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുറേ പെർഫോമൻസസ് ആയിട്ട് ഇങ്ങനെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം 100 അടിച്ചു. മച്ച് ഡിസേർവ്ഡ് ഫോർ ദുർഗ. അടിച്ചു സെഞ്ചുറി. യെസ്, ബിലീവ് ആയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ആമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. നന്നായി പല്ല് തേക്കുക, മുത്തുപോലെ തിളങ്ങട്ടെ. ചേച്ചി